മുട്ടിക്ക്. ആഹാ, കള്ളന്മാരിലെ കൂടെ പണി നിർത്തിവിടെ എന്നാ പരിപാടി? ഇവന്റെ ചെലവാ. ചെലവോ? അടിക്കുന്നോ? ഇല്ലല്ല, കഴിക്കത്തില്ല. നിർബന്ധിക്കുന്നില്ല. സാധനം കുറവാ. അങ്ങനെ കൊടുക്കാൻ സാധനമില്ല. നിർബന്ധിച്ചില്ലേലും പുള്ളി അടിക്കൂടാ. നിങ്ങൾക്കൊരു വിഷമം വന്നാലോ? നീ എന്നാടാ നീ കയറി പോന്നെ? എല്ലാവർക്കും ഈ ഒരു ചോദ്യം മാത്രമല്ല, ഞാനെന്നാ കയറി പോകുന്നത്. പരിപാടി നടത്താൻ എല്ലാ വർഷവും ഞാൻ കൊണ്ടു തരുന്നില്ലേ? നിനക്കവിടെ ഒട്ടകത്തെ കറക്കല പരിപാടി എന്നാണല്ലോ കേട്ടത്. അത് ഇവാടാ ഇവനെ ഈന്തപ്പനക്കേറ്റോ എന്റെ സ്ഥിരം പരിപാടി കൊടുത്തത്. ഞാൻ ഈന്തപ്പനെ കയറിയിട്ടാലും വർഷാവർഷം ഓരോ കുപ്പി കൊണ്ട് തരുന്നില്ലേ? അത് ശരി. അതിന് നന്ദി വേണം, നന്ദി. എടാ, ഒരു ചെറുതടിച്ചപ്പോൾ ഇവൻ പാമ്പായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവരോട് നടന്ന് ഈ മദ്യപിച്ച് എൻ്റെ വില കളയേണ്ട കാര്യമില്ല. ഞാൻ എങ്കോം വരെ പഠിച്ചിട്ടുള്ളതല്ലേ. അയ്യോ ചേട്ടാ, പിന്നെ മുന്നോട്ട് പോവാഞ്ഞ്. സാമൂഹ്യ പാഠത്തിന് തോറ്റുന്നേ. എടാ ജിക്കു വിളിക്കുന്നുണ്ട്. ഹലോ ജിക്കു, എന്നോണ്ടടാ? ഞാനിവിടെ ചെറിയൊരു കമ്പനിയിലടാ. വെറുതെ വിളിച്ചാണോ നീ? ഓക്കേടാ, ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ജിക്കു വിളിച്ചതാ. അവനെ പൈസ കടം ചോദിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. എന്നെ വിളിക്കുന്ന ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാ. ജിക്കു അല്ലേ? ജിക്കു. അവനെ അറിയോ? ചെറ്റേന്ന് പറഞ്ഞാൽ ചേട്ടാ പൂരോവ ചെറ്റ. അടുപ്പിക്കാൻ കൊള്ളത്തില്ല. നമ്മളിങ്ങനെ വല്ലപ്പോഴും അടിക്കുന്ന അങ്ങനെ സംഭവമല്ല. ഇവൻ അടിയെന്ന് പറഞ്ഞ രാവിലെ മുതൽ അടിയാണ്. ഒരു രീതിയിലും അടുപ്പിക്കാൻ കൊള്ളത്തില്ല. പിന്നെ വെളി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. അത് ഇവന്റെ അനിയനാണത്. അതെന്റെ അനിയനാ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല മനുഷ്യനാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യം ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. അതിനുള്ള മനുഷ്യനെ കിട്ടാൻ പാടാ. പിന്നെ അല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യനല്ലേ, എന്നാലും ആള് തരികടയാ. ആണല്ലോ. ഇതാ ഞാൻ പറഞ്ഞത് പൂരോ ചെറ്റ. ഒത്തിരി കഥകളുണ്ട് വേറെ പറയാൻ.